ആണ് പുതിയ മേക്കിംഗ് ആണ്. ശ്രീനാഥ് രാമചന്ദ്രൻ്റെ ഇതും സൗബിൻ്റെയും ബേസിൻ്റെ അഭിനയം കൊണ്ട് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മസ്റ്റ് വാച്ച് ഒരു എൻ്റർടൈനറാണ്. ഒരു മർഡർ മിസ്റ്ററിയും അതിൻ്റെ കൂടെ കോമഡിയൊക്കെ ചേർന്നുള്ള ഒരു അതിഗംഭീര മൂവിയാണ്. രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ. കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ബേസിലിൻ്റെ ഒരു അടുത്ത ഹിറ്റായിരിക്കും ഈ സിനിമ. പടം അടിപൊളിയാണ്, ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ്, പിന്നെ സൗബിൻ ചേട്ടൻ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി എൻ്റർടൈനറാണ്. പിന്നെ ഒരു ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അപ്പോൾ അതെല്ലാവരും കാണണം. നമ്മളൊരു വർക്കാണ് ഇതിൻ്റെ ബാക്കിലുള്ള വർക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ എഡിറ്റിങ്, ഷൈജുഖിൻ്റെ എഡിറ്റിംഗ് ആണ് കലക്കിയത്. അസലൊരു ഞാൻ ആദ്യം ഒരു അൻവർ റഷീദൊക്കെയാന്ന് പറഞ്ഞത്, പക്ഷേ ഇത് അൻവർ റഷീദിൻ്റെ അല്ല, ഇത് അസൽ പുള്ളിയുടെ ശ്രീനിവാസൻ ഡയറക്ടർ തന്നെ പടമാണ്. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെയിൻ ആക്ടേഴ്സിൻ്റെ 5 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ പ്രകടനം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവരെ പഠിപ്പിച്ച് തന്നെ ചെയ്തതാണ്. കിടിലം പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ, ഒന്നും പറയാനില്ല. കിടുകിടിലൻ ആദ്യത്തെ അവസാനം വരെ കണ്ണ് വീഴ്ചയിരുന്നു പോകും. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതാണ്. ഇന്റർവെല്ലിൽ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ആണ് പോകുന്നത്. ഇന്റർവെല്ല് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് പടം പോവുകയാണ്. പടം വേറെ ലെവൽ, അടിപൊളി. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല കിടിലം പടം. കാരണം സൗബിൻ സാഹിറിൻ്റെ എല്ലാം പ്രകടനം എടുത്തു പറയേണ്ട പ്രകടനമാണ്. ഒരു രക്ഷയില്ലാതെ, ഒരു ലാഗില്ലാതെ നമ്മൾ ഫുൾ ടൈം നമ്മൾ എൻഗേജിലാക്കി കൊണ്ടുപോകുന്ന ഒരു പടമാണ്. പിന്നെ നമ്മളെ ബേസിലിൻ്റെ കാര്യം, ബേസിൽ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും പുള്ളി ഡിഫറെൻ്റാണ്. ആ പുള്ളി ഏത് പടം അഭിനയിച്ചാലും നമുക്ക് ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മോശമായിട്ടുള്ള ഒന്നും പറയാനില്ല ബേസിലിനെ പറ്റി. ഇതിൽ പിന്നെ ക്യാരക്ടറുകൾ ഓരോ കാസ്റ്റിങ്ങും എല്ലാം പെർഫെക്റ്റ് ആട്ടോ. ചെമ്പനായാലും എല്ലാവരും നല്ല അഭിനയം. നല്ല സസ്പെൻസ് ത്രില്ലറാണ്, ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജഡ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പടം നല്ല സൂപ്പർ പടമാണ്, കണ്ടിരിക്കാം. പ്രാവിൻകൂട് ഷാപ്പ് നല്ല രസമുണ്ട് പടം. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആ ഒരു ഇതിൽ പോകുന്നൊരു പടമാണ്. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്താണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഭയങ്കര എൻ്റെലും ഡിഫറൻ്റ് ആണ്. അതിലൊരു ഹ്യൂമർ എലമെൻറ്റ്സ് ഭയങ്കരമായിട്ട് പ്ലസ് കൊടുത്തിട്ട് എല്ലാ പോയിൻറ്റ്സിലും കൊണ്ടുപോയിട്ട് ഹ്യൂമറാണ്. സീരിയസ് ആയിട്ട് പോകുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ കൊണ്ടുവന്ന് ഹ്യൂമർ വെച്ച് കൊടുത്തേക്കും. ആ രീതിയിലൊരു മേക്കിംഗ് വൈസും എല്ലാം ക്യാമറ എഡിറ്റിംഗ് എല്ലാം എടുത്ത് പറയാനാണ് നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പടം. ട്രെയിലർ കണ്ടപ്പോൾ ആമേൻ്റെ ഒരു ചായയൊക്കെ തോന്നിയായിരുന്നു, അതുണ്ടോ പടത്തിന്? എങ്ങനെ ആമേൻ സിനിമയുടെ ഒരു ഇതൊക്കെ തോന്നിയായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയില്ല, എന്നാലും കൊള്ളാം, ഒരു രസമായിട്ടുണ്ട്. അങ്ങനെ ഒരു അത്രേ ഉള്ളൂ, വലിയ പ്രതീക്ഷകളൊന്നുമില്ല, ഒരു ആവറേജ് പടം. ക്ലൈമാക്സ് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ടൈപ്പ് കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം